ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ചക്കക്കുരും താളും വെച്ചൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം. ചക്കക്കുരു ആ മേലത്തെ തോല് കളഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ടണേ. നമുക്ക് ഈ തോലൊന്ന് പോക്കിയെടുക്കാം. ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് ഈ ചുമപ്പ് തോല് പോക്കിയെടുക്കാൻ കഴിയേ. അതാ വെള്ളത്തിലേക്ക് ഇട്ട് ചക്കക്കുരു നമ്മൾ നന്നാക്കി എടുത്തിട്ടോ. ഇനി ഇതൊന്നും കൂടെ കഴുകിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ചക്കക്കുരു നമ്മൾ മുറിച്ചെടുത്തത് കേട്ടോ. താളൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ താള് അരിഞ്ഞു കൊണ്ടുവന്നേ. ഇനി ഈ താള് നമുക്ക് നന്നാക്കി എടുക്കാം. നമ്മൾ കുഴിച്ചിട്ടോ ചേമ്പിൻ്റെ നല്ല കേട്ടോ. ഇതിൻ്റെ വിത്ത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ചൊറിയായിരിക്കും. ആരും കഴിക്കലുമില്ല. ഇത് പറമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പം അതിൻ്റെ തണ്ടാണ് നമ്മൾ ഈ എടുക്കുന്നത്. ചേമ്പ് തണ്ട് നല്ല കേട്ടോ പറയാം. വെളീൻ്റെ തണ്ട്, അത് വെളിയെന്നാ പറയാം, വെളിച്ചേമ്പ്. അപ്പോൾ ഇതിൻ്റെ ഇളയ തൂമ്പ് നോക്കി എടുക്കണം. നടുക്കുള്ള തൂമ്പ് നോക്കി എടുക്കണം. പിന്നെ ഇതുപോലുള്ള സൈഡ് ഇതിങ്ങനെ ചെത്തിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല നോക്കണം എന്തെങ്കിലും ഉണ്ടോയെന്ന്. തോലൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിത് അരിഞ്ഞിട്ടാട്ടോ കേൾക്കണേ. നമുക്കിതിന് ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കാം. താള് മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തത്. ഇത് നമുക്കിനി കഴുകിയെടുക്കാം. ഈ കുക്കറിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് താളിട്ട് കൊടുക്കാം.
കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം കുറേ ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കണ നോക്കണ്ട, ഇത് വെന്ത് കഴിയുമ്പോൾ താന്ന് പോകും, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. താളുകറിയിലേക്കുള്ള അരപ്പാണ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും. ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചക്കക്കുരു നല്ല വെന്തിന്, താളൊക്കെ വെന്ത് റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ അരപ്പും കൂടി നമുക്ക് കറിയിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. താൾക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡിയാണ്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.